ദേശീയ അധ്യക്ഷൻ നിതിൻ നബിന്റെ നേതൃത്വത്തിൽ ബി.ജെ.പി. പ്രഖ്യാപിച്ച പുതിയ ഭാരവാഹി പട്ടിക കേവലം ഒരു ആഭ്യന്തര മാറ്റത്തിനപ്പുറം പാർട്ടിയുടെ ആഴത്തിലുള്ള വീഴ്ചകളും രാഷ്ട്രീയ അസന്തുലിതാവസ്ഥകളും വെളിവാക്കുന്ന ഒന്നാണ്. വരാനിരിക്കുന്ന നിർണായക സംസ്ഥാന തെരഞ്ഞെടുപ്പുകളിൽ വലിയ തരംഗമുണ്ടാക്കാൻ താഴെത്തട്ടിൽ അടിത്തറയുള്ള നേതാക്കളെ മുൻനിരയിലേക്ക് കൊണ്ടുവരുന്നതിന് പകരം ജനവിധി തിരിച്ചടിയായ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റ സ്മൃതി ഇറാനിക്ക് ജനറൽ സെക്രട്ടറി പദവിയും സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഒതുക്കപ്പെട്ട വസുന്ധര രാജിക്ക് ഉപാധ്യക്ഷ പദവിയും നൽകിയത് ആസൂത്രണമില്ലായ്മയുടെ തെളിവാണ്. പാർട്ടിക്ക് പുതിയ കഴിവുള്ള പ്രതിഭകളെ സൃഷ്ടിക്കാൻ സാധിക്കുന്നില്ലെന്നതും മുൻനിരയിൽ പരീക്ഷിച്ച് പരാജയപ്പെട്ട പഴയ നേതാക്കൾക്ക് സംഘടനാ തണൽ നൽകുന്ന ഒരു പുനരധിവാസ കേന്ദ്രമായി ദേശീയ സമിതിയെ മാറ്റിയെന്നതുമാണ് ബി.ജെ.പി. നേരിടുന്ന പ്രധാന രാഷ്ട്രീയ കുറ്റം. ഇതിനൊപ്പം BAL സന്തോഷിലൂടെ കേന്ദ്ര നേതൃത്വത്തിന്റെ കടുപ്പമേറിയ മുൻകൂട്ടി നിശ്ചയിച്ച നിയന്ത്രണം തുടരുന്നത് താഴെത്തട്ടിലെ ജനാധിപത്യപരമായ സ്വരങ്ങളെ പാടെ അടിച്ചമർത്തുന്ന സംഘടനാ രീതിയുടെ തെളിവ് കൂടിയാണ്. കേരളത്തോട് ബി.ജെ.പി. കാണിക്കുന്ന അവഗണനയും അവരുടെ തന്ത്രപരമായ വിരോധാഭാസവും ഈ പട്ടികയിൽ കൃത്യമായി പ്രകടമാകുന്നുണ്ട്. പതിറ്റാണ്ടുകളായി കേരളത്തിൽ വിയർപ്പൊഴുക്കുകയും നിരവധി കേസുകളും സമരങ്ങളും നേരിട്ട് പാർട്ടിയെ വഴിയിൽ നയിക്കുകയും ചെയ്ത മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ നൽകേണ്ടിയിരുന്ന ജനറൽ സെക്രട്ടറി സ്ഥാനം തടഞ്ഞുവെച്ച് വെറുമൊരു ദേശീയ സെക്രട്ടറി പദവി നൽകി ഒതുക്കിയത് സംഘടനയ്ക്കുള്ളിലെ വഞ്ചനയാണെന്ന വികാരം ശക്തമാണ്. അതേസമയം പാർട്ടി അടിത്തറയോ താഴെത്തട്ടിൽ പോരാട്ട പാരമ്പര്യമോ ഇല്ലാത്ത അനിൽ ആന്റണിയെ അതേ സെക്രട്ടറി സ്ഥാനത്ത് നിലനിർത്തിയത് ബി.ജെ.പിക്ക് പ്രവർത്തന മികവിനേക്കാൾ മുൻ കോൺഗ്രസ് പ്രമുഖരുടെ കുടുംബ പേരുകളോട് മാത്രമാണ് താല്പര്യമെന്ന വിമർശനത്തിന് കൃത്യമായി അടിവരയിടുന്നു. കേരളത്തിലെ ന്യൂനപക്ഷ സ്വാധീനം വോട്ടാക്കി മാറ്റാൻ കൊണ്ടുവന്ന A.P. അബ്ദുള്ളക്കുട്ടിയെ ഉപാധ്യക്ഷ സ്ഥാനത്ത് നിന്നും വെട്ടിമാറ്റിയത് അവരുടെ ന്യൂനപക്ഷ രാഷ്ട്രീയ പരീക്ഷണങ്ങൾ പാടെ പരാജയപ്പെട്ടു എന്നതിന്റെ പരോക്ഷമായ പരാജയ സമ്മതിക്കൽ തന്നെയാണ്. മൂന്നാമതായി പട്ടികയിൽ 13-ൽ 6 വൈസ് പ്രസിഡന്റുമാർ വനിതകളാണെന്ന് കണക്കുകൾ കാട്ടി ബി.ജെ.പി. വനിതാ പ്രാതിനിധ്യം ഉയർത്തിക്കാട്ടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അത് വെറുമൊരു വിപണന തന്ത്രം അഥവാ ടോക്കണിസം മാത്രമായി മാറുകയാണ് ചെയ്യുന്നത്. യഥാർത്ഥ ഭരണച്ചരടുകളും നിർണായക തീരുമാനങ്ങളും കൈയാളുന്ന ജനറൽ സെക്രട്ടറി പദവികളിൽ പൂർണ്ണമായും ആധിപത്യം പുലർത്തുന്നത് പുരുഷന്മാരാണെന്നിരിക്കെ വൈസ് പ്രസിഡന്റ് പോലുള്ള കേവല പദവികളിൽ വനിതകളെ ഇരുത്തുന്നത് ആത്മാർത്ഥതയില്ലാത്ത കണക്കുപറച്ചിലാണ്. സ്വന്തം പ്രവർത്തകർക്കിടയിൽ പോലും അതൃപ്തി ഉണ്ടാക്കുന്ന ഇത്തരം ഒരു ഒത്തുതീർപ്പ് പട്ടികയെ കൊണ്ട് വരാനിരിക്കുന്ന സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ എതിരാളികളെ നേരിടാനിറങ്ങുന്നത് ബി.ജെ.പിയുടെ ആത്മവിശ്വാസമില്ലായ്മയാണ് തുറന്നു കാട്ടുന്നത്.